കോട്ടയം വെള്ളൂരിൽ കുറുവാ സംഘം എത്തിയതായി പോലീസിന് സൂചന. ഇവർ വെള്ളൂരിൽ ഒളിത്താവളത്തിൽ കഴിയുന്നതായി പോലീസിന് വിവരം ലഭിച്ചു. വെള്ളൂരിൽ ഇവർ എത്തിയതിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തുവന്നു. മനീഷ് മഹിബാൽ ആലപ്പുഴയിൽ ചെയ്യുന്നു. മനീഷ്, 13 പേർ ഇപ്പോഴും പുറത്തുണ്ടെന്ന് പറയുന്നു. ആലപ്പുഴ അതിർത്തി, വൈക്കം, പിന്നീട് കോട്ടയം ജില്ല, അങ്ങനെ എല്ലായിടത്തും അവർ ഇപ്പോഴും ഉണ്ടെന്ന് തന്നെയാണോ മനസ്സിലാക്കേണ്ടത്? ഏറ്റവും പുതിയ വിശദാംശങ്ങൾ, അവിടെ ഏതെങ്കിലും മോഷണ കേസുകൾ ഇവരുടെ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? സുഹൈൽ, നേരത്തെ തന്നെ പോലീസിന്റെ രഹസ്യാന്വേഷണ വിഭാഗം കണ്ടെത്തിയിരുന്നു. ഈ ആലപ്പുഴ, എറണാകുളം ജില്ലകളിലടക്കം ഇവരുടെ സാന്നിധ്യം കണ്ടെത്തിയ സ്ഥലങ്ങളിൽ പോലീസിന്റെ പരിശോധന കർശനമാക്കിയതിനെ തുടർന്ന് ഇവർ സമീപ ജില്ലകളിലേക്ക് കടക്കാനുള്ള സാധ്യത കണക്കിലെടുത്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അത്തരത്തിലുള്ള അന്വേഷണവും ആരംഭിച്ചിരുന്നു. ഇന്ന് രാവിലെ 5:30 മണിയോടുകൂടിയാണ് കോട്ടയം വെള്ളൂരിൽ വെച്ചാണ് ഈ കുറുവാ സംഘത്തിന്റെ സംശയിക്കുന്ന CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭ്യമായിട്ടുള്ളത്. നേരത്തെ അന്വേഷണ സംഘം മറ്റ് ചില CCTV ദൃശ്യങ്ങളുമായി താരതമ്യപ്പെടുത്തിയതിൽ നിന്നും ആലപ്പുഴയിൽ പല സ്ഥലത്തും എത്തിയ അതേ സംഘത്തിലെ ചില ആളുകളുടെ ദൃശ്യങ്ങളും വെള്ളൂരിൽ കണ്ടു എന്നതാണ് ഏറ്റവും ഗൗരവതരമായിട്ടുള്ള കാരണം. മോഷണ സമയത്ത് ഉപയോഗിക്കുന്ന അതേ വസ്ത്രത്തിൽ കൂടിയാണ് ഇവരെ കണ്ടത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ എവിടെയും മോഷണ സംഭവങ്ങൾ വെള്ളൂരിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. പക്ഷേ അന്വേഷണ സംഘം ഇപ്പോൾ അറിയിക്കുന്നത്, ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വരുന്നത്, ഈ വെള്ളൂരിൽ ഇവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സംഘം നേരത്തെ മുതൽ ഇവിടെ താമസമുണ്ട്. അവർ ഏതെങ്കിലും ഒളിത്താവളം, സാധാരണ ഈ രീതിയിൽ ഇവർക്ക് ഒളിക്കേണ്ടി വന്നാൽ അവർക്ക് സുഗമമായിട്ട് ഒളിക്കാൻ സുരക്ഷിതമായിട്ട് ഒളിത്താവളം ഒരുക്കി കൊടുക്കുന്ന ഇവരുടെ തന്നെ ആളുകൾ അവിടെ ഉണ്ട്. അങ്ങനെയുള്ള ഏതെങ്കിലും ഒളിത്താവളത്തിൽ ഇവരുണ്ടോ എന്ന സംശയം ഇപ്പോൾ പോലീസിനുണ്ട്. അങ്ങനെ വെള്ളൂരിൽ കൂടുതൽ പരിശോധന നടത്താൻ ഈ സ്പെഷ്യൽ ടീം ഒരുങ്ങുകയാണ്. ഒപ്പം തന്നെ ഈ തണ്ണീർമുക്കം ബണ്ട് വഴി, ആലപ്പുഴ ജില്ലയിൽ നിന്നും കോട്ടയം ജില്ലയിലേക്ക് തണ്ണീർമുക്കം ബണ്ട് വഴി ഇവർ പോയതായിട്ടുള്ള സൂചനകളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ സമീപ ജില്ലകളിലേക്ക്, ആലപ്പുഴ ജില്ലയിൽ നിന്ന് സമീപ ജില്ലകളിലേക്ക് ഈ തെരച്ചിൽ ശക്തമായതിനെ തുടർന്ന് കുറുവാ സംഘത്തിൽപ്പെട്ട ആളുകൾ പോകുന്നു. ഒപ്പം തന്നെ ഈ കുണ്ടന്നൂർ പാലത്തിന് താഴെ നിന്നും ഈ അവശേഷിക്കുന്ന ഇവരുടെ കുടുംബാംഗങ്ങൾ, അതായത് കുറുവാ സംഘത്തിന്റെ കൂടെയുള്ള മറ്റ് കുടുംബാംഗങ്ങൾ, അവരുടെ ആളുകളിലൊക്കെ തന്നെ ഇന്ന് വൈകുന്നേരം പോലീസും നാട്ടുകാരും ചേർന്ന് ഒഴിപ്പിച്ചിരുന്നു. അവിടെ അനധികൃതമായി താമസിക്കുന്ന ആളുകളെ മുഴുവൻ ഒഴിപ്പിച്ചിരുന്നു. അങ്ങനെ ഈ കുറുവാ സംഘം നിലവിൽ ആലപ്പുഴ, എറണാകുളം ജില്ലകൾ വിട്ട് സമീപ ജില്ലകളിലേക്ക് പോകുന്നു. അതിൽ ചില ആളുകൾ മോഷണ സ്വഭാവമുള്ള ആളുകളാണ്. അത്തരത്തിലുള്ള സംഘാംഗത്തിന്റെ ദൃശ്യമാണ് ഇന്ന് വെള്ളൂരിൽ നിന്നും രാവിലെ 5:30 പോലീസ് സംഘത്തിന് ലഭിച്ചതും. അതുമായി ബന്ധപ്പെട്ട് വെള്ളൂർ അടക്കമുള്ള കോട്ടയം ജില്ലയിലെ സ്ഥലങ്ങളിൽ പോലീസ് പരിശോധനയും അന്വേഷണവും ശക്തമാക്കിയിട്ടുണ്ട്. സുഹൈൽ, ശരി, കുറുവാ ആശങ്ക ഒഴിയുന്നില്ല. കോട്ടയം വെള്ളൂരിലും കുറുവാ സംഘത്തിന് സംശയിക്കുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ പോലീസിന് ലഭിച്ചിരിക്കുന്നു. അതായത് മറ്റു ജില്ലകളിൽ, അതായത് ആലപ്പുഴ അടക്കമുള്ള ജില്ലകളിൽ മോഷണം നടത്തി ഒളിത്താവളമാക്കാൻ കോട്ടയത്തേക്കോ എറണാകുളത്തേക്കോ സംഘം കടന്നു കളയുന്നു എന്ന സംശയം ബലപ്പെടുന്നു. അതായത് മോഷണം നടത്താൻ ഒരു ജില്ല, ഒളിക്കാൻ മറ്റൊരു ജില്ല. മനീഷ് മഹിബാലാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.